ഇത്തവണ പെരുന്നാൾ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും പള്ളികൾക്കുള്ളിൽ മാത്രം നടത്തിയാൽ മതിയെന്ന് UAE ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ്. ഇറാൻ US ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ഇത്തവണത്തെ ഈദ് ഉൽ ഫിത്തർ പ്രാർത്ഥനകളും നമസ്കാരങ്ങളുമൊക്കെ പള്ളിക്കുള്ളിൽ മാത്രം നടത്തിയാൽ മതിയെന്നാണ് UAE ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഈ വർഷം പുറത്തുള്ള പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് രാജ്യത്തുടനീളം പുറപ്പെടുവിച്ച ഉത്തരവ്. ഇറാൻ US ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം. പരമ്പരാഗത തുറസായ ഈദ് പ്രാർത്ഥനാ മേഖലകളിൽ പ്രാർത്ഥനകൾ നടത്താൻ അനുവദിക്കില്ല. തീരുമാനം രാജ്യവ്യാപകമായി ബാധകമാണെന്നും അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. UAEയിലെ എല്ലാ പള്ളികളും ഈദ് പ്രാർത്ഥനകൾക്കായി വിശ്വാസികളെ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങളും പാലിക്കണമെന്നാണ് പൊതുജനങ്ങളോട് അതോറിറ്റി പറഞ്ഞത്. ഗൾഫിന്റെ ചില ഭാഗങ്ങളിൽ നിലവിലുള്ള പ്രതിസന്ധിക്കിടയിലും വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളും മിസൈൽ പ്രയോഗിച്ചതിനെ തുടർന്ന് മേഖലയിൽ ഉദ്യോഗസ്ഥർ മുൻകരുതൽ നടപടികൾ കർശനമാക്കിയിട്ടുണ്ട്. പ്രാർത്ഥനകളുടെ സുഗമമായ ഓർഗനൈസേഷൻ ഉറപ്പാക്കുകയും പൊതുസുരക്ഷ നിലനിർത്താനുമാണ് ഈ നടപടി ഉദ്ദേശിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഈദ് പ്രാർത്ഥനാ മൈതാനങ്ങളിലോ തുറസായ സ്ഥലങ്ങളിലോ ഒത്തുചേരലുകൾ നിയന്ത്രിക്കുമെന്നും ആരാധനാ സേവനങ്ങൾ പള്ളിയിൽ മാത്രമേ നടത്തുള്ളൂവെന്നാണ് അതോറിറ്റിയും വ്യക്തമാക്കിയത്. ദുബായിലെ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ വർക്ക് വകുപ്പും ഷാർജയിലെ ഇസ്ലാമിക് അഫയേഴ്സ് വകുപ്പും അധികാരികളുമായി ഏകോപിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനം. പള്ളികളിൽ ഈദ് നമസ്കാരത്തിന് പ്രാർത്ഥനയ്ക്കായി നേരത്തെ എത്തിച്ചേരാനും സുരക്ഷ ഉറപ്പാക്കാനും വിശ്വാസികളോട് അതോറിറ്റി അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.